നീള ഓരോ പാറകൾ നിൽക്കുന്ന ഓരോ പീസായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഓരോ പാറകളും. പിന്നെ നേരത്തെ ഞാൻ നിങ്ങളടുത്ത് സൂചിപ്പിച്ച കുറേ രഹസ്യ കോഡുകളുടെയും കാര്യം, ആ സംഭവങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ കോട്ടയ്ക്കുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ രഹസ്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ പരസ്യമാക്കും. അങ്ങനെ നമ്മൾ കോട്ടയുടെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ കോട്ടയുടെ അകത്തേക്ക് പോകാൻ പോകണം. അപ്പോൾ മാഷൊക്കെ അവിടെ വെയിറ്റിങ്ങിലാണ് നമ്മൾ പാർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത്. ഇത് ചിത്രദുർഗ് കോട്ടാണ്. വെൽക്കം ടു ഹിസ്റ്റോറിക്കൽ ചിത്രദുർഗ. ഇവിടെ ചിത്രദുർഗയുടെ കംപ്ലീറ്റ് മാപ്പും കൊടുത്തിട്ടുണ്ട്. എല്ലാ ആളുകളും രാവിലെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നഴ്സിംഗ് കോളേജിൻ്റെ ബോർഡൊക്കെ കാണുന്നുണ്ട്. അതാണെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ എൻട്രി ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോഗ്രാഫ് എടുക്കണത് ഈ QR സ്കാൻ ചെയ്തിട്ടാണ്. സ്കാൻ ചെയ്തിട്ട് എത്ര പേരാണ് അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ തന്നെ എൻട്രി ചെയ്തിട്ട് ഓൺലൈനിലാണ് ടിക്കറ്റ് ബുക്കിംഗ് വരുന്നത്. ടിക്കറ്റ് തന്നില്ലേ ഫോണിലേക്ക് ഇങ്ങനെ ഇതായിട്ട് വരും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ഇതൊക്കെ വരാം. ഓൺലൈൻ ടിക്കറ്റാണ്. ടിക്കറ്റിന് അവസ്ഥ. നമ്മൾ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഉള്ളൊരു മലമുകൾ കണ്ടില്ലേ, നല്ല നല്ല ഭംഗിയുണ്ട് സംഭവം കാണാൻ വേണ്ടിയിട്ട്. പത്താം നൂറ്റാണ്ടിൽ പണിതിട്ടുള്ള കോട്ടയാണിത്. 10ാം നൂറ്റാണ്ടിൽ. മനസ്സിലായില്ലേ? ഇത് പാലക്കാട് കോട്ടയിലേക്ക് കയറുന്ന അതുപോലെ തന്നെയാണ് ഇതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് 11 to 13 ആ നൂറ്റാണ്ടുകളിൽ പണി കഴിഞ്ഞിട്ടുള്ള സംഭവമാണ്. നമ്മുടെ പാലക്കാട് കോട്ട തന്നെ 19ാം നൂറ്റാണ്ടിൽ പണിതാണ്. അതിനേക്കാൾ എത്ര വർഷം പഴക്കം പുറകിലുള്ള സാധനമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പണികൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ്. കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ച പോലെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുള്ളൂ. പക്ഷേ സെറ്റപ്പ് നല്ല ഭംഗിയുണ്ട് ഈ സംഭവം മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. അല്ലേ തത്തമകൾ. ഞങ്ങൾ രാവിലെ തന്നെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ ചൂടാവുന്നതിന് മുമ്പ് ഇത് കണ്ടിറങ്ങാം. അതിനനുസരിച്ചിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്നുള്ളൊരു പ്ലാനിലാണ്. നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ്. കണ്ടില്ലേ? ഈ കോട്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുൻവശത്ത് 19 കവാടങ്ങളുണ്ട്.
പിൻവശത്തിൽ അതിലിരട്ടി കവാടങ്ങളുണ്ട്. പിന്നെ കണ്ടില്ലേ ഇതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇങ്ങനെയാണ് സംഭവം സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. ഇതിൽ കുറേ സംഭവങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ചിലത് അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിലനിർത്താൻ വേണ്ടിയിട്ട്. ഉണ്ടല്ലേ സംഭവം. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇപ്പോൾ ഉള്ളത്. അവർ സംരക്ഷിച്ചു വരുന്നൊരു നിരവധി കോട്ടകളിൽ ഒന്നാണിത്. പക്ഷേ മറ്റുള്ള കോട്ടകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് ഈ കോട്ട. പിന്നെ നമ്മളിവിടെ മഹാരാഷ്ട്രയിലും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ നാഷണൽ ഫ്ലാഗ് വേണ്ടില്ല ഇതുപോലൊരു കൊടിമരം ഉണ്ട്. അതിൽ എല്ലാ സമയത്തും ഫ്ലാഗ് കെട്ടിയിട്ട് കാണുന്നുണ്ട്. അത് അഴിച്ച് വെച്ചിട്ടൊന്നുമില്ല. അതുപോലെ ഓഗസ്റ്റ് 15 സമയത്ത് കെട്ടിയ ഫ്ലാഗ് ആയിരിക്കാം, അത് അഴിക്കാത്തതായിരിക്കാം ഇതുവരേക്കും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ മാധുബിസവ കല്ലു, ബനശങ്കരി ടെമ്പിൾ, അമ്പലങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഫുള്ളായിട്ട് മലയുടെ മുകളിലേക്കാണ് ഈ സ്റ്റെപ്പുകൾ കയറി പോകുന്നത്. കണ്ടില്ലേ, ഒരുപാട് ആളുകൾ പ്രഭാത സവാരിക്കും മറ്റുമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇത് വലിയൊരു മല തന്നെയാണ്. ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല ഇതിൻ്റെ അകത്ത്. ആ മലേനെ അങ്ങനെ നിലനിർത്തിയിട്ട് അതിൻ്റെ മുകളിലാണ് കോട്ട പണിതിട്ടുള്ളത്. അതായത് ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ മല തുരന്നിട്ടോ ഇതാക്കിയിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ കണ്ടില്ല. ഇതൊരു ഗുഹയാണ്. ഒരു മയിൽ പോകുന്നുണ്ടല്ലേ. അപ്പോൾ ആൾക്കാർക്ക് മൂത്രം വെച്ച് ഇതാക്കിയിട്ട് ഭയങ്കര സ്മെല്ലാണ് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷെ ഇതാണല്ലേ, ഇതൊരു ഗുഹ തന്നെ. ഗുഹ എന്ന് പറയാൻ പറ്റൂല, ഇതൊരു രഹസ്യ വഴിയാണോ എന്ന് സംശയമുണ്ട്. പക്ഷെ മുകളിലേക്ക് കയറാൻ പറ്റില്ല ഫ്രണ്ട്സ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് അതൊരു ബാഡ് സ്മെല്ലാണ്. ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല മുകളിലോട്ട്. ഇതൊരു ഗുഹ പോലെ തന്നെയാണ് അല്ലേ. ഇവിടെ ഒരു കിണറുണ്ട് വെള്ളത്തിനുള്ള. ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ വരുന്നത്. ഇതിങ്ങനെ ഉള്ളിലേക്ക് കയറി പോകട്ടെ, ഒരു തുരങ്കാണിത്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിങ്ങനൊരു തുരങ്കാണ്. ഇതിങ്ങനെ കയറി പോകാൻ പറ്റും. നൂന്നിട്ട് പോകണം എൻ്റെ അടിയിൽ കൂടെ. പക്ഷേ കേട്ടോ, ഒരാൾക്ക് നൂന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ അകത്തുള്ളത്. കഷ്ടി നൂർന്ന് കയറിപ്പോ. ഇവിടുന്ന് നോക്കുമ്പോഴുള്ള കോട്ടയുടെ വ്യൂ കണ്ടില്ലേ, സാധ്യ വ്യൂ ആണിത്.
ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടോ ഈ പാറകൾ, ആ പാറകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അതിൻ്റെ മതിലിൻ്റെ പണികൾ, ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അല്ലാതെ പാറ പൊട്ടിച്ച് കളഞ്ഞിട്ടോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ചെയ്തിട്ടില്ല. അതാണല്ലേ ഈ പാറയൊക്കെ ആണെങ്കിലും ആ പാറേനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഇവിടുത്തെ ബാക്കിയുള്ള പണികളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇത് സെക്കൻഡ് ലെയറാണ്. 7 ലെയർ പ്രൊട്ടക്ഷനിലാണ് ഈ കോട്ട പണിതിട്ടുള്ളത് അല്ലേ പക്ഷേ? 7 ലെയറുള്ള കോട്ടയുടെ 2ാമത്തെ ലെയർ എത്തിയിട്ടുള്ളൂ ഞങ്ങൾ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ മുകളിൽ അല്ലേ ഇങ്ങനെ ഉണ്ട്. മലയുടെ മുകളിലേക്കാണ് ഫുള്ളായിട്ട് പോകുന്നത്. ഇത് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അവിടേക്ക് വഴിയില്ല, അവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കുക. കോട്ടയുടെ 3ാമത്തെ ലെയറിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾക്കും കാണിച്ചു തരാം. ഞെട്ടാൻ റെഡി ആയിട്ടിരുന്നല്ലേ. വെള്ളം ഒഴുകി പോകാനുള്ളൊരു ഹോവാണെന്ന് തോന്നുന്നുണ്ട്. അത് നമ്മൾ 3ാമത്തെ ലെയർ, ഇതാണ് 3ാമത്തെ കവാടം. ഇവിടെ എത്തി. വളരെ സംഭവമായിട്ടുണ്ട്. ഒരുപാട് പക്ഷികളുടെ ഇതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്തും സുഖമെന്നറിയോ സൗണ്ട് കേൾക്കാൻ. ഈ കോട്ടയ്ക്കുള്ള ഒരുപാട് രഹസ്യ അറകളുണ്ട്, പിന്നെ ഒരുപാട് അദൃശ്യവാതിലുകളുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ അദൃശ്യവാതിലുകൾ കുറേ എണ്ണമൊക്കെ നശിച്ചു പോയി എന്ന് പറയുന്നുണ്ട്, എന്നാലും ചിലതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉള്ള സാധനങ്ങൾ നമുക്ക് എന്തായാലും കാണാം. രാവിലെ ആയതുകൊണ്ട് വല്ലാതെ ക്ഷീണം അറിയുന്നില്ല കേട്ടോ. നമുക്ക് ഒരുപാട് മുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ഇനി. ഇത് കണ്ടില്ലേ, ഇത്രയധികം മുകളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. പണ്ടുള്ളവർക്ക് ഈ കോട്ടയ്ക്കുള്ളിലേക്ക് അത്ര പെട്ടെന്നൊന്നും കയറി ചെല്ലാൻ പറ്റില്ലായിരുന്നില്ല കേട്ടോ. ഇതിന് ഓരോ രഹസ്യ കോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഓരോ കല്ലുകളിലായിട്ട് ഓരോ സംഭവങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്, രഹസ്യ കോഡുകളും കാര്യങ്ങളാണ്. ഇതിപ്പോൾ കോട്ടയുടെ നമ്മൾ ഇവിടെ നിന്നൊരു വ്യൂ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ പോവുകയാണ്. കാരണം വഴി നമുക്ക് അവിടെയാണ്. ഞാനിത് കോട്ടയുടെ മതിലിൻ്റെ മുകളിലേക്കൊന്ന് വന്നിട്ട് നോക്കാം എന്നുള്ള മൈൻഡില്ലേ അങ്ങനെ കയറി പോകുന്നതാണേ. നോക്കാം. നിങ്ങൾ കണ്ടില്ലേ ഓരോ കല്ലുകളുടെ വലിപ്പം. ഓരോ കല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ സൈസുള്ള കല്ലുകളാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതാണല്ലോ ഈ ഒരു ഒറ്റ പീസ് കല്ല് കണ്ടോ. ഒറ്റ പീസ് കല്ല് തന്നെ ഭയങ്കര സംഭവമായിട്ടാണ് കിടക്കുന്നത്. നമ്മൾ 3ാമത്തെ ഭാഗത്തിൽ കയറി മുകളിലേക്ക് എത്തിയപ്പോഴേക്കും ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടാൻ തുടങ്ങണം. കണ്ടില്ലേ, അസാധ്യ വ്യൂ ആണ് കേട്ടോ ഇത്. ഇവിടെ തടാകം, നമ്മുടെ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റാത്ത കുറേ സംഭവങ്ങൾ, ഒരു ടൗണിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലേ. 11-13 നൂറ്റാണ്ടിൽ പണി കഴിച്ചിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പം അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കല്ലുകളൊക്കെ എങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് എത്തിച്ചു ഒരു ചോദ്യമാണ്. ചിലപ്പം നമ്മളെ ആനേനെയും അടിമകളെയൊക്കെ വെച്ചിട്ടായിരിക്കാം ഇത് ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു സംഭവങ്ങളൊക്കെ കോട്ടയുടെ ബാക്കിയുള്ള പണികളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുന്നത് തോന്നുന്നു. ഇതിൻ്റെ മുകളിലൊരു അമ്പലം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം കുറേ ആളുകൾ വളരെ ഭക്തിയോട് കൂടിയിട്ട് പോയി വരുന്നത് കണ്ടു. കാരണം അതുപോലെ കണ്ടില്ലേ, നമ്മളിങ്ങനെ മുകളിലോട്ട് കയറി പോകണം.
ഇപ്പോൾ 4ാമത്തെ ലെയർ എത്തി നമ്മൾ. ഇപ്പോൾ 4ാമത്തെ ലെയറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് പണ്ട് പന്തം മീൻസ് വെളിച്ചത്തിന് വേണ്ടിയിട്ട്, രാത്രി വെളിച്ചത്തിന് വേണ്ടിയിട്ട് പന്തമൊക്കെ കൊളുത്തി വയ്ക്കുന്നതായിട്ട് നമ്മൾ സിനിമകളിൽ കാണാറില്ലേ, അതിന് വേണ്ടിയിട്ടുള്ളൊരു ഹോളാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം 4ാമത്തെ ലെയറാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. 4ാമത്തെ ലെയറിൽ ഇവിടെ ഒരു അമ്പലം ഒരു സെറ്റപ്പ് കണ്ടില്ലേ. ഞാൻ ഫസ്റ്റ് ഇത് അമ്പലമാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇതിങ്ങനെ കയറിയിട്ട് വരാനുള്ളതാണ്. ഇങ്ങനെ കയറിയിട്ട് ഇങ്ങോട്ട് വരാനുള്ളത്. ഇതിൽ അങ്ങോട്ട് നമുക്ക് മുകളിലോട്ട് പോകാനുള്ള വഴികളുണ്ട്. ജസ്റ്റ് ഇതൊക്കെ കാവൽക്കാർക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. അത് കണ്ടില്ലേ, ഇതിൻ്റെ മുകൾ ഭാഗമാണ്. അല്ലേ, എല്ലായിടത്തും കാവൽക്കാർക്ക് നിരീക്ഷണത്തിനായിട്ട് കയറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇതല്ലേ നമ്മുടെ ഗിരീഷ് മാഷ് പോയി നിൽക്കുന്നത് പോലെ അങ്ങനെയാണ് പണ്ടുള്ള കാവൽക്കാർ കാവലിനായിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നത്. അല്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കോട്ടയുടെ ചുറ്റുഭാഗം കാണാൻ പറ്റും. പക്ഷെ ചുറ്റുഭാഗം കാണുന്നുണ്ടോ അവിടെ നിൽക്കുമ്പോൾ? ചുറ്റുഭാഗം കാണുന്നുണ്ടെന്നാണ് മാഷ് പറഞ്ഞത്. ഇതല്ലേ നിങ്ങൾ ഓരോ പാറകൾ നിൽക്കുന്ന ഓരോ പീസായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഓരോ പാറകളും. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ച കുറേ രഹസ്യ കോഡുകളുടെയും കാര്യം, ആ സംഭവങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ കോട്ടയ്ക്കുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ രഹസ്യങ്ങളൊക്കെ നമ്മൾ പരസ്യമാക്കും.